सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. രക്ഷിക്കണേ അച്ഛാ അമ്മ രക്ഷിക്കണേ. മോളെ വേഗം പുറത്തേക്ക് വാ, സമയം കുറച്ചേ ഉള്ളൂ, വേഗം പുറത്തേക്ക് വാ. ഓ എന്റെ ചങ്കുകളെ, എന്റെ സഹോദരങ്ങളെ, ഒന്ന് നിങ്ങൾ വേഗം പുറത്തേക്ക് വരൂ. ഒരുപക്ഷെ അത് നിങ്ങളുടെ ദേഹത്ത് വീഴുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല ചങ്കുകളെ. മോട്ടുവിന് പുറത്തേക്ക് വരാൻ കഴിയില്ല എന്നാ തോന്നുന്നേ. മോട്ടു പുറത്തേക്ക് വാ. വളരെ വലിയ പാറ കഷ്ണങ്ങൾ ഇങ്ങോട്ട് ഉരുണ്ട് വരുന്നത്. മോട്ടു ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ? മോട്ടു വേഗം പുറത്തേക്ക് വാ. ഞങ്ങൾ വരുവാണ് മോളെ, ഇനി പേടിക്കണ്ട കേട്ടോ. പത്തലു വേഗം വലിച്ചോ. വേഗം വാ. പത്തലു പതുക്കെ, മോളെ പേടിക്കണ്ട. പത്തലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. പേടിച്ചോണ്ട് നിന്ന കാര്യങ്ങൾ നടക്കൂല എന്റെ പത്തലു. രക്ഷിക്കണേ. ഐഡിയ. ഡോക്ടർ ജഡ്ക, റിമോട്ട് കൊണ്ട് ഉടനെ ഈ കാറ് പറപ്പിക്ക്. മോട്ടു വേഗം എന്റെ കയ്യിൽ പിടിക്ക്. വേഗം പിടിച്ചോ. പിടിക്ക്. മോളെ പേടിക്കണ്ട. ഡോക്ടർ ജഡ്ക. നമ്മുടെ മോട്ടു പത്ലു കുട്ടിനെ രക്ഷിച്ചു. മോട്ടു പത്ലു വിജയിച്ചു. മോട്ടു പത്ലു വിജയിച്ചു. മോട്ടു പത്ലു വിജയിച്ചു. ഹിമാരി, ഹിമാരി, ഞങ്ങൾ നിന്നെ തനിച്ചു വിട്ടു. ഇനി മുതൽ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. മോളെ ക്ഷമിക്കണേ. മോട്ടു പത്ലു സാർ, താങ്ക് യു വെരി മച്ച്. എന്റെ പേര് ഹരൂട്ടോ എന്നാ. ഇത് എന്റെ മോള് ഹിമാരിയാണ്. മോട്ടു പത്ലു, നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ ജീവൻ പണയം വെച്ചാണ് എന്റെ മോളെ രക്ഷിച്ചത്. താങ്ക് യു അങ്കിൾ. മിസ്റ്റർ ഹരൂട്ടോ, താങ്കൾ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് എന്തിനാ ഇങ്ങോട്ട് വന്നത്? വോൾക്കാനോയുടെ അടിയിലിരിക്കുന്നത് വളരെ റിസ്ക് ഉള്ള കാര്യമാണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? കണ്ടില്ലേ, ഒരുപാട് ദൂരത്തേക്ക് ആരും തന്നെ താമസിക്കുന്നില്ല. ശരിക്കും പറഞ്ഞ ടോക്കിയോയിൽ എനിക്കൊരു മാർഷൽ ആർട്സ് ടീച്ചിങ് അക്കാഡമി ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ കുൻഫു ബ്രദേഴ്സ് പിടിച്ചടക്കിയിരിക്കുകയാണ്. അവരാണെങ്കിൽ ജപ്പാനിലെ എല്ലാ കുൻഫു സ്കൂൾസും പിടിച്ചടക്കിയിരിക്കുകയാണ്. കാരണം അവരുടെ സ്കൂൾസ് നടക്കാവുള്ളൂ അത്രേ. പക്ഷേ അതെന്താ അങ്ങനെ? കാരണം അവർക്ക് ഏതോ അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് കുൻഫു പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. അവരെല്ലാം കുങ്ഫു ടീച്ചേഴ്സിന്റെയും കുങ്ഫു ടീച്ചിങ് പവർ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കാറുണ്ട്. പൊളിച്ചെടുത്തല്ലോ, അത് അനുവദിക്കാൻ പാടില്ല. എന്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ ടീച്ചിങ് പവേഴ്സും ടെക്നിക്സും അവർ ഓൾറെഡി വലിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. എനിക്കറിയില്ല എന്ത് ടെക്നിക്കാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന്. അവരെന്റെ 4 ചുറ്റിനും ഇങ്ങനെ വളരെ സ്പീഡിലേക്ക് ഇറങ്ങിയിട്ട് എന്റെ അകത്തിരുന്ന ടെക്നിക്സ് എല്ലാം വലിച്ചെടുത്തു. അതേന്ന്. നിങ്ങൾ വരണം. നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ സ്കൂൾ തിരിച്ചു മേടിച്ചു തരുന്നതായിരിക്കും. മേടിച്ചു തരും, ഇതെന്റെ വാക്കാണ്. ഇനി ആ സ്കൂൾ നിങ്ങളുടേതാണ്. ഓക്കേ, വരൂ. വേണ്ട, അവർ ഭയങ്കരന്മാരാണ്. അതെ, നിങ്ങൾക്ക് ഞങ്ങൾ അറിയാഞ്ഞിട്ടാണ്. ഞങ്ങളും ഭയങ്കര അപകടകാരികളാണ്.
എന്താ ഇത്? ആരാ നിന്നെ തല്ലിയേ? ആരാ അവിടെ ഉള്ളത്? മിസ്റ്റർ ഹറൂട്ടോ, എന്തിനാ വന്നേ? എന്തെങ്കിലും വേണമായിരിക്കും. മിസ്റ്റർ ഹറൂട്ടേക്ക് അദ്ദേഹത്തിന്റെ സ്കൂൾ തിരിച്ചു കൊടുത്തിരിക്കണം. ഞാൻ 3 വരെ എണ്ണും. സ്കൂൾ വിട്ട് നീ പോയിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല. ഡ്രൈ ക്ലീനറിനിടയിൽപ്പെട്ട തുണി പോലെയോ അല്ലെങ്കിൽ അലക്കുകാരന്റെ കയ്യിൽപ്പെട്ട തുണി പോലെയോ ആയിത്തീരും നീ. കേട്ടിട്ട് നല്ല സുഖമുണ്ട്. എങ്കിൽ എണ്ണാൻ തുടങ്ങിക്കോളൂ. ഒരു മിനിറ്റ് എണ്ണുന്നൊക്കെ പിന്നെ മതി. ആദ്യം ഞാനൊന്ന് ഫോട്ടോ എടുത്തോട്ടെ, അല്ലെങ്കിൽ പിന്നെ എടുക്കാൻ അവസരം കിട്ടിയില്ലല്ലോ. നിങ്ങൾ ആ സൈഡിലേക്ക് മാറി നിൽക്ക് ഫോട്ടോഗ്രാഫറെ. ഞങ്ങളിവിടെ ഫോട്ടോ എടുക്കാൻ വന്നതല്ല. മോട്ടു, കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യേ. മോട്ടു എന്തിനാ? ഞാൻ എണ്ണാൻ തുടങ്ങാം. 1, 2, 3. Okay, check. പറ്റുന്നില്ല. ഇനി എനിക്കൊരു ഫോട്ടോ എടുക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഷുവറായിട്ട് പിന്നെ ചാൻസ് കിട്ടൂല. അതുകൊണ്ടാ അങ്ങോട്ട് നോക്ക്. ഈ ഫ്രെയിംസിലുള്ള എല്ലാ ഫോട്ടോയും ഞാനാ എടുത്തത്. സത്യം. അപ്പൊ ഞാനൊരു വലിയ ഫോട്ടോഗ്രാഫർ അല്ലേ? അതെ, ഇവരെ ബുദ്ധിമുട്ടിക്കല്ലേ. ഓ പത്ലു, താങ്ക് യു വെരി മച്ച്. പക്ഷേ ഈ സ്കൂൾ അധികം ദിവസം എന്റെ കയ്യിൽ ഉണ്ടാവില്ല. കൺഫു ബ്രദേഴ്സ് പിന്നെയും വരും. എന്തായാലും നിങ്ങൾ ഇപ്പൊ പോ. ഇവിടെ നിൽക്കുന്ന ഇപ്പൊ ശരിയല്ല. നിങ്ങൾ വിഷമിക്കരുത് സാർ. വൈഫ് ഹിയർ വെൻ ചിങ്കം ഈസ് ഹിയർ. അവർ വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾക്കൊരു ഫോൺ ചെയ്താൽ മതി. ഞങ്ങൾ അവിടെ എത്തിക്കോളും. താങ്ക് യു മോട്ടു അങ്കിൾ, നിങ്ങൾ വളരെ നല്ല. അല്ല, ഇവിടുത്തെ ലിഫ്റ്റ് എവിടെയാ? നമുക്ക് 150 നിലയുടെ മുകളിലേക്ക് പോകണം. ചേട്ടാ, ഈ ബിൽഡിങ്ങില് ലിഫ്റ്റും കുന്തമൊന്നും ഇല്ല. നടന്നു പോയേ പറ്റൂ. 150ാമത്തെ ഫ്ലോറോ? പൊളിച്ചെടുത്തല്ലോ. അതെ, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇത്രയും ഫ്ലോർ നടന്ന് കേറിയിട്ടേ എനിക്ക് വയ്യ. വിഷമിക്കണ്ട, നമുക്ക് ഒരുപാട് സമയമുണ്ട്. പതുക്കെ എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, 150ാമത്തെ നിലയോ? എങ്ങനെ മുകളിലോട്ട് കയറും? സിംഹത്തിന്റെ ഗുഹയിൽ വന്നാൽ പിന്നെ മറ്റൊന്നിനെയും തന്നെ പേടിക്കരുത്. ചിന്തിക്കൂ. ഹിം നരേഷിന്റെ ശിഷ്യനാകുവാൻ ഇതല്ല, ഇതിനപ്പുറവും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ചിന്തിക്കൂ. പോയി. ഇനി എനിക്ക് നടക്കാൻ കഴിയില്ല. എന്ത് പറ്റി പത്ലു? എന്തിനാ ഇപ്പൊ ദുഃഖിക്കുന്നത്? നേരെ വായിക്ക്. അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നെന്ന് വായിക്ക്. 150ാമത്തെ ഫ്ലോർ ഇനിയും 100 ഫ്ലോർ കഴിഞ്ഞാണ് ഉള്ളത്. നിങ്ങളിപ്പോൾ 50 ഫ്ലോർ വരെ എത്തിയിട്ടുള്ളൂ. എന്റെ അമ്മോ, നമ്മൾ ഇതുവരെ 50ാമത്തെ ഫ്ലോറിൽ എത്തിയിട്ടുള്ളൂ. ഇനി 100 ഫ്ലോർ കേറാൻ ബാക്കിയുണ്ട്. വിഷമിക്കരുത്, നമുക്ക് മുന്നോട്ട് പോവാം. ഹിം നരേഷിന്റെ ശിഷ്യനാകുവാൻ ഇതല്ല, ഇതിനപ്പുറവും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും.
അല്ല, നമ്മുടെ വലിയേട്ടനെ കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് താഴെ തന്നെ ഉണ്ടെന്നാ മോട്ടു. ഞാൻ ഈ ലഗേജ് ഒക്കെ ഇവിടെ വെക്കാൻ പോവാ. ഇനിയുള്ള കയറ്റം എളുപ്പമായിരിക്കും എന്നാ തോന്നുന്നത്. വരൂ. നിങ്ങൾ എന്താ ഇവിടെ വന്ന? എന്താ ഇവിടെ കാര്യം? മാസ്റ്ററിനെ കാണാനാണ് ഫോൺ വിളിച്ചു വിടായിരുന്നോ നേരത്തെ? അതും താഴെ താഴെ ഉള്ളതെന്നോ? ഓ, ഇനി ഞങ്ങൾ വീണ്ടും താഴോട്ട് ഇറങ്ങണമെന്നാണ് പറയുന്നത്. ഡോക്ടർ ജഡ്ക, നിങ്ങളെപ്പോഴാ ഇങ്ങോട്ട് വന്നത്? കാണാൻ നല്ല ഫ്രഷ് ആണല്ലോ. ഓയ് പത്ലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നമ്മുടെ എല്ലാവരുടെയും ബാഗില് ഒരു ഫ്ലൈയിങ് ഹെൽമെറ്റ് ഉണ്ട്. ഞാൻ അതും വെച്ച് പറന്നാ ഇങ്ങോട്ട് വന്നത് ചങ്കേ. എന്തുകൊണ്ടാ ഞങ്ങളോട് ആദ്യം പറയാതിരുന്നത് ഈ ഹെൽമെറ്റിന്റെ കാര്യം? ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്ത് വിഷമിച്ചാ കയറി വന്നെന്നറിയോ? ഓ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാനത് ഓർത്തില്ല, അതുകൊണ്ടാ. വരൂ, ഇനി താഴോട്ട് പോവാം. വരൂ. നിങ്ങൾ രണ്ടാളും പോയാ മതി. ഇനി എന്നെ കൊണ്ട് താഴെ ഇറങ്ങി വരാൻ കഴിയില്ല. നിങ്ങളിപ്പോ എന്താ താഴോട്ട് വന്ന? മോളിൽ പോയിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇൻഫോം ചെയ്താൽ മതിയായിരുന്നല്ലോ. മാസ്റ്ററിനെ കാണണമെങ്കിൽ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കണം താഴേന്ന്. അല്ല ചേട്ടാ, മാസ്റ്റർ മേളിലാ ഉള്ളതെങ്കിൽ ഞങ്ങൾ എന്തിനാ താഴോട്ട് വരാൻ പറഞ്ഞത്? ഇയാളുടെ പേര് സമറായി എന്നാണ്. എന്നിട്ട് ഇയാള് പറയണത് എന്നാന്ന് വെച്ചാ, നിങ്ങൾക്ക് മാസ്റ്ററിനെ കാണണമെങ്കിൽ ഇവിടെ താഴേന്ന് ഇൻഫോം ചെയ്യണമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായത് നേരെ തിരിച്ചാ, മാസ്റ്റർ താഴെയാണെന്നാ. എന്റെ പൊന്നു ചേട്ടാ, പറയുമ്പോ ഒന്ന് പതുക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നോ? പത്തലു, വീണ്ടും മുകളിലേക്ക് തന്നെ പോവാം. ഞാൻ മെല്ലെ കേറാൻ പോവാ. നീയും പതുക്കെ കേറാൻ തുടങ്ങ്. ഞാനൊരു 4-5 ദിവസത്തിൽ അവിടെ എത്തുമെന്നാ തോന്നുന്നേ. സാമുറായി ചേട്ടാ, ഇനി ഒന്നും പറയണ്ട. മാസ്റ്ററിനെ ഒന്ന് വിളിക്കൂ പ്ലീസ്. ക്രൈം മാസ്റ്റർ. എനിക്കറിയാം നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന്. നിങ്ങളുടെ ലക്ഷ്യം വളരെ നല്ലതാണ്. നിങ്ങളെ ഞാൻ കുങ്ഫു പഠിപ്പിക്കാം. ഇതുവരെ ആരെയും പഠിപ്പിച്ചിട്ടില്ലാത്ത എല്ലാ ടെക്നിക്സും പറഞ്ഞു തരാം. ആദ്യമായിട്ട് നിങ്ങളിൽ 2 പേർക്ക് ഞാൻ ട്രെയിനിങ് തരുന്നതാണ്. കുങ്ഫു ബ്രദേഴ്സ്, ഒരാൾ മുന്നിൽ നിന്നും ഒരാൾ പുറകിൽ നിന്നും. അതുകൊണ്ട് ബാക്ക് കവർ ഉണ്ടായിരിക്കേണ്ടത് എത്രയും ആവശ്യമാണ്. എന്റെ അമ്മോ, എന്നാ പിന്നെ മോട്ടു പത്ലുവിനെ പഠിപ്പിച്ചു കൊടുത്താൽ മതി. കാരണം ഈ മോട്ടു പത്ലു ജോഡി ഇതുവരെ ഒരു മത്സരത്തിലും പരാജയപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ ഒന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല എന്ന് അത് മനസ്സിലാക്കണം. എന്റെ ഫീസ് 5000 yen, approximately 3000 rupees. 140 ഫ്ലോർ കയറിയപ്പോ പോലും തല കറങ്ങിയില്ല. ഇത് കേട്ടപ്പോ എനിക്ക് വല്ലാണ്ട് തല കറങ്ങുന്നല്ലോ. 140 അല്ല, 150. അപ്പൊ കേട്ടോ,
എന്താ ഇതൊക്കെ? നമ്മൾ ദിവസവും ഇത്രയും കാശ് എവിടുന്ന് ഒപ്പിച്ചോണ്ട് വരാനാ ചങ്കേ? ജോലി ചെയ്യണം, ജോലി ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ജോലി എങ്ങനെയും കിട്ടും. ഓക്കെ. എന്നാ ഞങ്ങള് പണിയെടുത്തോളാം. മോട്ടു പത്ലു ട്രെയിനിങ് എടുക്കട്ടെ, അതാ നല്ലത്. അതെ, ഞങ്ങള് മോട്ടു പത്ലുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പെട്ടെന്ന് റൂം കാണിച്ചു തരാം. പെട്ടെന്ന് കുളിച്ചൊരുങ്ങിയിട്ട് ഭക്ഷണം കഴിച്ച് നമുക്ക് ജോലി ചെയ്യാൻ പോകാനുള്ളത് 5000 രൂപ ഉണ്ടാക്കണതാ ഇന്ന്. മനസ്സിലായോ? റൂം കാണാൻ വിളിക്കുകയാണ്, ചെല്ലു. ഇതാണ് നിങ്ങളുടെ മുറി. ഓ, എന്നെ കൊണ്ട് ഒട്ടും വയ്യ. കുറഞ്ഞതൊരു 3-4 ദിവസമെങ്കിലും ഉറങ്ങിയേ പറ്റൂ. നാളെ കാലത്ത് 4 മണി തൊട്ട് ബാച്ച് ഉറങ്ങുകയാണ്. ഇപ്പൊ വേഗം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ജോലി ഇടാനുള്ളതാ. നാളെ രാവിലെ 4 മണിക്ക്. ഓക്കെ മനസ്സിലായി. രാവിലെ 4 മണിക്കല്ലേ? അതെ എന്റെ സാമുറായി ചേട്ടാ, നിങ്ങൾക്ക് പതുക്കെ പറയാനേ അറിയൂലേ? അവൻ വളരെ പതുക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇതിലും പതുക്കെ സംസാരിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ. പൊളിച്ചടുത്തല്ലോ. ഇത് നോക്കിയേ, ബാത്റൂമിന്റെ കഥകൾ എന്താ എഴുതിരിക്കുന്നെന്ന്. 10 എന്നെ കൊടുത്താലേ ഈ ബാത്റൂമിന്റെ കഥക് തുറക്കല്ലോന്ന്. എന്റെ അമ്മോ, ടോയ്ലറ്റ് പോകാനും കാശ് കൊടുക്കണമെന്നോ? മാസ്റ്റർ ഭയങ്കര കഞ്ചൂസ് ആണല്ലോ. മൂത്രമൊഴിക്കാൻ കാശോ? ഭയങ്കര അത്യാഗ്രഹമാണല്ലോ. അത്യാഗ്രഹമല്ല, ബിസിനസ് മൈൻഡ് ആണ്. ദിസ് ഈസ് പ്യുവർ ബിസിനസ് മൈൻഡ്. അപ്പൊ കേട്ടു അല്ലേ? Next. ഇതാണോ ഭക്ഷണം? ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതൽ വാങ്ങി കഴിക്കാം. ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിന് യാതൊരു കുറവുമില്ല. പൊളിച്ചടുത്തല്ലോ. ആഹാരം കഴിക്കാൻ ഇത്രയും നമുക്ക് കിട്ടുള്ളൂ. പട്ടിണി കിടന്ന് നമ്മളൊരു പരുവത്തിലാവുന്ന തോന്നണേ. ഒരു ദിവസം 5000 ഞാൻ വാങ്ങിക്കുന്നുണ്ടല്ലോ, പക്ഷേ ഭക്ഷണം മാത്രം ഇത്രേ ഉള്ളൂ. നിങ്ങൾ എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടുവരൂ. ഇപ്പൊ തന്നെ കൊണ്ടുവരാം മാസ്റ്റർ. പിന്നെ ഒരു കാര്യം, വെള്ളം താഴത്തെ നിലയിൽ നിന്ന് വേണം കൊണ്ടുവരാൻ. മാസ്റ്റർ, ഡൈനിങ് റൂമില് വെള്ളമുണ്ട്, അവിടെ പോയി കൊണ്ടുവന്നേക്കാം. പറ്റില്ല, വെള്ളം താഴെ നിന്ന് തന്നെ കൊണ്ടുവരണം. ഇത് ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമാണ്. ഒരു ഗ്ലാസ് അല്ലേ, അത് ഒരു ട്രിപ്പിൽ വരുമ്പോ നിസ്സാരമായിട്ട് കൊണ്ടുവരാലോ. കുഴപ്പമില്ല, എടുത്തോണ്ട് വരാം. അത്ര എളുപ്പമുള്ള കാര്യമല്ല. വീണ്ടും കേട്ടോ? ഒരു പ്രാവശ്യം കൊണ്ട് നിറയില്ല. ദാ ഇത് കണ്ടോ, ഈ സ്പൂണ് കൊണ്ട് വേണം കോരി ഒഴിക്കാൻ. മനസ്സിലായോ? വേഗം. എന്റെ പത്തലു, എന്തിനാ വെറുതെ ഇങ്ങനെ കരയുന്നത്? താഴെ നമ്മൾ വേഗത്തിൽ എത്തുമല്ലോ. ഞാൻ എന്താ ആലോചിക്കുന്നെന്ന് വെച്ചാ മോട്ടു, ഈ സ്പൂണ് വായിൽ വെച്ച് എങ്ങനെ കേറാന്നാ? എങ്ങനെ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരും? അതേ പത്തലു, പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. കമോൺ, മോട്ടു പത്തലുവിന്റെ ജോഡി എവിടെയും തോൽക്കാൻ പാടില്ല. വരൂ, നമുക്ക് തുടങ്ങാം. പത്തലു, പതുക്കെ 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 പോ. പതുക്കെ താഴെ പോയാൽ നമ്മൾ വീണ്ടും വരണം. ഞാനൊരു ഇളനീർക്കട തുടങ്ങാൻ പോവാണ്. നിങ്ങൾ രണ്ടാളും എന്താ തുടങ്ങാൻ പോണെന്ന് നല്ല പോലെ ഒന്ന് ആലോചിക്കൂ. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇവിടെ റിക്ഷ വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടോ? ഞങ്ങൾക്ക് ഇവിടുന്ന് ഒന്ന് പോകാനായിരുന്നു ചങ്കേ.
ആ കാണുന്ന രക്ഷകളില്ലേ, അതിനൊക്കെ ഒരെണ്ണാണ് വാടക ഒരു ദിവസം. കേട്ടോ, ദിവസം നന്നായിട്ട് സമ്പാദിക്കാം. പൊളിച്ചെടുത്തല്ല, ഒരു ദിവസത്തേക്ക് ഒരു എന്നാണ് വാടക എന്നോ? ഡോക്ടർ ചട്ക, ചിങ്കം സാർ ഇളനീർ കട തുടങ്ങട്ടെ. നമുക്ക് അതിനു മുമ്പ് 1-2 റിക്ഷാ സവാരി ചെയ്തിട്ട് വന്നേക്കാം. വന്നേ. എന്റെ അമ്മോ, ഞാനൊരു ഇളനീർ കട തുടങ്ങാൻ പോകുന്നു. ഞാനൊരു കടയുടെ മുതലാളിയാവാൻ പോവാണ്. യാ. വരൂ 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 വരൂ, എല്ലാവർക്കും നല്ല ഇളനീര് വെള്ളം കുടിക്കാം. വരൂ. ഡോക്ടർ ചട്ക, നമുക്ക് പിന്നെ കാണാം. ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വരൂ. പൊളിച്ചെടുത്തല്ല. ഞാൻ പറഞ്ഞു തരുത് എങ്ങനെ ഓടിക്കേണ്ടത്. Watch India's largest kids library only on Jio Hotstar. Download the app now.